ഇന്ന് തിരുവനന്തപുരം നഗരസഭ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിഗംഭീരമായിരുന്നു എന്ന് പറയാതെ വയ്യ. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഫലപ്രദമായ നടപ്പിലാക്കൽ, ഭവന പദ്ധതി, അടൽ ക്യാൻറ്റീനുകൾ, കൂടാതെ അടൽ സൂപ്പർ മാർക്കറ്റ്, അമൃത് പദ്ധതി, വളരെ ലാഭകരമായി മരുന്ന് കിട്ടുന്ന സ്ഥലം, ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, കൂടാതെ വികസിത കേരളം എന്ന വാഗ്ദാനം ശരിക്കും ജനങ്ങൾ അനുഭവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഫലപ്രദമാകുന്ന, ഉപയോഗപ്രദമാകുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് അതിനകത്ത് തോന്നിയത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന കുറേ പദ്ധതികളാണ്. 100 കാനന ചോലകൾ നിർമ്മിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഗരത്തിലുടനീളം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ വനങ്ങൾ പോലെ ഉണ്ടാക്കി പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിൽ ഇവിടെയുള്ള ആറുകളും പുഴകളും കനാലുകളും ഒക്കെ വൃത്തിയാക്കി അതിൻ്റെ ഇരുവശത്തും ജനങ്ങൾക്ക് പ്രകൃതി ആസ്വാദനം നടത്താനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുമെന്നും നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചെടികൾ വെച്ച് പിടിപ്പിക്കുമെന്നും പുഷ്പഫല ചെടികൾ പലയിടത്തായി സ്ഥാപിക്കുമെന്നും സോളാർ പാനലുകൾ എല്ലാ നഗരസഭാ ഓഫീസുകളിലും കൊണ്ടുവരുമെന്നും പറഞ്ഞത് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. പെറ്റ് ക്രിമറ്റോറിയം നമ്മുടെ നഗരങ്ങളിലുള്ള ഫ്ലാറ്റുകളിലും ചിലപ്പോൾ സ്ഥലമില്ലാത്ത വീടുകളിലും കുഴിച്ചിടാൻ മണ്ണില്ലാത്ത വീടുകളിലുമൊക്കെ വളർത്തുമൃഗങ്ങൾ മരണപ്പെട്ടാൽ വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കും അതിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി മറവ് ചെയ്യുക. അതിന് പകരമായിട്ട് നഗരസഭയിൽ വിളിച്ചു പറഞ്ഞാൽ മൊബൈൽ പെറ്റ് ക്രിമറ്റോറിയം, നമ്മുടെ വളർത്തുമൃഗങ്ങളെ സംസ്കരിക്കുന്ന ശ്മശാനങ്ങൾ, അത് ഒരെണ്ണമെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് നഗരത്തിൽ വിളിക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ അത് വളരെ നല്ല ഒരു ആശയമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നാരീ സൗഹൃദ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി ഹാപ്പിനെസ് സെൻറ്റേഴ്സ് ഉണ്ട്, വെൽനെസ് സെൻറ്റേഴ്സ് ഉണ്ട്, സ്കൂള് തലത്തിൽ ചെയ്യുന്ന പലയധികം പദ്ധതികൾ. അങ്ങനെ വളരെയധികം നന്മ നിറഞ്ഞ ഒരു ബഡ്ജറ്റായിരുന്നു ഇന്നത്തേത്. തീർച്ചയായിട്ടും ഇതൊരു വ്യത്യാസമായിട്ടുള്ള, കേൾക്കാൻ സുഖമുള്ള, വളരെ നല്ല അവതരണം ഉള്ള ഒരു ബഡ്ജറ്റാണ്. ഇത് സഭയിൽ പ്രസന്റ് ചെയ്ത ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെ കൂടെയുള്ള നല്ല ടീമിനും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച മേയർ വി രാജേഷിനും ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ നല്ല അനുമോദനങ്ങളും പിന്തുണയും നൽകുന്നു. നന്നായി വരട്ടെ. ഇത് നല്ല രീതിയിൽ ഫലപ്രദമായാൽ നഗരത്തിനും നഗരവാസികൾക്കും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായി തീരും, ഒരു സംശയവുമില്ല.